കുഴഞ്ഞു വീണ യാത്രക്കാരന് പുതുജീവനേകിയ ബസ് ജീവനക്കാരെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവാവിനെ രക്ഷിക്കാൻ ആ ബസ് ഒന്നടങ്കം ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. വളാഞ്ചേരി പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന നീനു സ്റ്റാർ എന്ന ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരുമാണ് ഇന്നത്തെ ഹീറോസ്. എന്തായാലും ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഗോകുൽ VS നമ്മുടെ കൂടെയുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ അടുത്തിടയ്ക്കായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സംഭവത്തിന് തൊട്ട് മുൻപ് ഇതേപോലെ വൈകുന്നേരത്തെ തത്സമയം റിപ്പോർട്ടിൽ ഇതേ രീതിയിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു സംഭവം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ അത് വാർത്തയാക്കാതിരിക്കും? നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അവർ ഹീറോസ് ആണ് എന്ന് തന്നെ നമ്മൾ പറയും, അതിന് കയ്യടി നൽകുക തന്നെ ചെയ്യും. ഇതിപ്പോൾ ആ ബസ് ജീവനക്കാർക്ക് മാത്രമല്ല യാത്രക്കാരും അതിനകത്തുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് തിരക്കുകൾ ഉണ്ട് എങ്കിൽ പോലും കൂടെയുള്ള ഒരാൾക്ക്, ആരോ ഒരാൾക്ക് ഒരു പ്രശ്നം പറ്റിയപ്പോൾ ആ ബസ് ജീവനക്കാരും യാത്രക്കാരും കൂടെ നിന്നല്ലോ, അതിന് വലിയ കയ്യടി കൊടുക്കണം. തീർച്ചയായിട്ടും ആ ബസ്സിന്റെ പേര് നീനു സ്റ്റാർ എന്നാണ്. ഇപ്പോൾ ബസ് മാത്രമല്ല, അതിലെ ജീവനക്കാരായിട്ടുള്ള ഷറഫുദ്ദീനും മനാഫും ഇപ്പോൾ സ്റ്റാറാണ്. കാരണം തൻ്റെ സഹയാത്രികനായിട്ടുള്ള മണികണ്ഠന് ഇങ്ങനെ ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ഉടൻ തന്നെ 16 കിലോമീറ്ററാണ് എങ്ങും വണ്ടി നിർത്താതെ വളരെ വേഗത്തിൽ ഓടിച്ചെത്തി ആ യുവാവിൻ്റെ ജീവൻ രക്ഷിച്ചതെന്നാണ്. ഈ വാണിയംകുളത്തേക്ക് പോവുകയായിരുന്നു, പട്ടാമ്പിയിൽ നിന്ന് വാണിയംകുളത്തേക്ക് പോവുകയായിരുന്നു മണികണ്ഠൻ. ഇതിനിടയിലാണ് ഈ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് 16 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. ആ ദൂരം എത്തി. അത് മാത്രമല്ല, ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മണികണ്ഠൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എന്നിട്ട് ആ ഫോണിൽ നിന്ന്, മണികണ്ഠൻ്റെ ഫോണിൽ നിന്ന് ബന്ധുക്കളെ വിവരം അറിയിക്കുകയും അവരെത്തുന്നവരെ അവിടെ ഉത്തരവാദിത്വത്തോടെ നിൽക്കുകയും ചെയ്ത ആ ബസ് ജീവനക്കാരുടെ മനസ്സ് എടുത്തു പറയാം. അത് മാത്രവുമല്ല, ആ ബസ്സിലുള്ള യാത്രക്കാരുണ്ടല്ലോ, ഓരോരുത്തരും അത് അതിന് സഹകരിച്ചു എന്നുള്ളതാണ്. ആരും അതിന് എതിർപ്പ് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വിളിച്ച് അതിലേക്ക് വിടാം, നമുക്ക് യാത്ര തുടരാം, അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊന്നും തന്നെ ബസ്സിലുള്ള ആരും പറഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതിനു മുൻപ് പാലക്കാട് നിന്ന് ഞാൻ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങൾ കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം, അല്ലേ? അപ്പോൾ അങ്ങനെ നല്ല പ്രവർത്തികൾ ചെയ്ത് വീണ്ടും വീണ്ടും ചില ബസ് ജീവനക്കാർ മാതൃകയാവുകയാണ്. തീർച്ചയായും ഗോകുൽ, എന്തായാലും നീനു സ്റ്റാർ എന്നാണ് ആ ബസ്സിന്റെ പേര്. അങ്ങനെ സ്റ്റാർ ആയിരിക്കുകയാണ് ബസ്സും ബസ്സിലെ ജീവനക്കാരും അതിലുണ്ടായിരുന്ന യാത്രക്കാരും എല്ലാവരും തന്നെ. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ലത് കണ്ടാൽ നല്ലത് എന്ന് തന്നെ പറയണം, അതിന് കയ്യടി നൽകുക തന്നെ വേണം. എന്തായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് പതിയെ വളരെ സന്തോഷത്തോടു കൂടി തിരികെയും എത്തട്ടെ. ശരി ഗോകുൽ.